Good morning, all. Good morning, Good ma'am. Good morning, ma'am. Good morning, ma'am. Morning, ma'am. Good morning. Good morning, miss. പേര് പറഞ്ഞോ കേട്ടോ. മിസ്സേ ഞാൻ പാടിക്കോട്ടെ? പറഞ്ഞോടാ. ഓക്കെ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കഥന നിവാരണ കനിവിന്നുറവേ കാട്ടിൻ നടുവിൽ വഴി തെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. പരീക്ഷണത്തിൻ വാൾമുനയേറ്റി പടനിലത്തിൽ ഞങ്ങൾ വീഴുമ്പോൾ ഹൃദയ ശതിയ രക്തം ചിന്തി മിഴിനീർ പുഴയിൽ താഴുമ്പോൾ താങ്ങായി തണലായി ദിവ്യൗഷധിയാൽ താതനാഥ കരം പിടിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. താങ്ക് യു മാം. സൈലന്റ് ഔട്ട് ഓഫ് ദി ഡേ പറഞ്ഞോ കേട്ടോ. Good morning, all. I am Sirija, signing today. A very good morning to everyone. I am very happy to see you all together. Thank you all for joining us here today, our class. I would like to extend a warm welcome to our respected teacher Abana ma'am and my dear friends. We hope you all enjoy this class and it turned to be a great success and a memorable one for all of us. Let's start our class. Thank you. Good morning, ma'am. I am Shanas. Today, thought of the day. This is words of APJ Abdul Kalam. The best brain of the nation may be found on the last bench of the classroom. രാജ്യത്തെ ഏറ്റവും മികച്ച തലച്ചോറുകൾ ക്ലാസ് മുറിയിലെ അവസാന ബെഞ്ചുകളിൽ കാണപ്പെടാം. താങ്ക് യു, മാം. Okay. Welcome all to our new session. Last year, ഏത് പോർഷനാണ് ഡിസ്കസ് ചെയ്തതെന്ന് ഓർമ്മയുണ്ടോ? ചൈൽഡ് വെൽഫെയർ ആയിരുന്നു അല്ലേ? ഓക്കെ. സെമിനാർ അല്ലേടാ? സെമിനാർ ഉണ്ടായിരുന്നു. പിന്നെ 5 സെൻസ്, ഓർഗാൻ സെൻസ്, പിന്നെ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ചോദിച്ചോടാ. ഞാനേ മറ്റേ ആ നമ്പേഴ്സും ലെറ്റേഴ്സും ഒക്കെ ചെയ്തായിരുന്നു. അപ്പൊ ഇങ്ങനെ ഗ്രൂപ്പിനകത്ത് കണ്ടത് റെഡ് കളറിലും ഗ്രീൻ കളറിലും ആയിരുന്നു ചെയ്യേണ്ടതെന്ന്. അത് ഞാൻ കേട്ടില്ലായിരുന്നു പറഞ്ഞത്. കുഴപ്പമില്ല മോനെ, അങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പൊ അതൊരു ഡൗട്ട് ഉണ്ടായിരുന്നേ. എല്ലാരും ഇങ്ങനെ പറഞ്ഞു. ചാർട്ട് പേപ്പറിൽ തന്നെയാ ചെയ്തത്. ഞാൻ ആദ്യം പേപ്പറിലല്ലേ ചെയ്തതെന്നാണ്. ആൽഫബറ്റ്സ് സാൻഡ് പേപ്പറിലല്ലേ ചെയ്തത്? സാൻഡ് പേപ്പറിലാ ചെയ്തത്. ചാർട്ട് പേപ്പർ കളറിന്റെ വ്യത്യാസം ഒന്നുമില്ല. സാൻഡ് പേപ്പർ ആയാൽ മതി. ചെറിയ കുട്ടികള് ഡിജിറ്റൽ പേപ്പറിലൊക്കെ ചെയ്യും. അത് നമ്മള് അലോ ചെയ്യാറില്ല. സാൻഡ് പേപ്പറിലാണ് ചെയ്തായിരുന്നു. ഫസ്റ്റത്തെ ആദ്യമേ ചെയ്തു. അതിന്റെ കൂട്ടത്തിൽ തന്നെ സ്മോൾ ലെറ്ററും നമ്പേഴ്സും എല്ലാം വെട്ടി ഞാൻ ചെയ്തായിരുന്നു. ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോ ഇപ്പൊ ഗ്രൂപ്പിനകത്ത് കണ്ടു. കുഴപ്പമില്ല. സാൻഡ് പേപ്പറിലായിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ ചാർട്ടിന്റെ കളറ് വ്യത്യാസമായി പോയത്. കുഴപ്പമില്ല, അതൊന്നും കുഴപ്പമില്ല. ചാർട്ടിന്റെ കളറല്ലേ, സാൻഡ് പേപ്പറിലായിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ. പിന്നെ അതിന് ഓരോ സാൻഡ് പേപ്പർ ലെറ്റേഴ്സിനും പിന്നെ കളർ ഉണ്ട്, കളർ തീം ഉണ്ട്. ജസ്റ്റ് ഒന്ന് പറഞ്ഞോന്നുള്ളൂ. നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, വേറെ പ്രശ്നമൊന്നുമില്ല.
നിങ്ങൾക്ക് ഞാൻ ഗ്രീൻ കളർ ക്രയോൺ വെച്ച് ആ കളർ തന്നെ കൊണ്ടാക്കി. ഒരു ലൈറ്റ് ഗ്രീൻ എനിക്ക് കിട്ടിയത്. അന്നേരം അത് ഇച്ചിരി ഡാർക്ക് ആയിട്ട് ക്രയോൺ യൂസ് ചെയ്ത് കളർ ചെയ്യേണ്ടി വന്നു. അല്ല കുഴപ്പമില്ല, നമ്മളത് ഇടാം. ഓക്കെ ദിവ്യ പറഞ്ഞോ, എന്തെങ്കിലും പറയാനുണ്ടോ? അതായത് മാം നമുക്ക് ബ്രൗണും ബ്ലാക്കും സാൻഡ് പേപ്പർ കളറിൽ കിട്ടിയുള്ളായിരുന്നു. ഓക്കെ മതി. അപ്പൊ അതില് ഈ പറഞ്ഞ പോലെ തന്നെ ഷീബ പറഞ്ഞായിരുന്നു ആൽഫബറ്റിൽ AIOU വവൽസ് മാത്രം പല ക്രയോൺസ് വെച്ചാണ് ചെയ്തത്. ഓക്കെ കുഴപ്പമില്ല, അത് നമ്മൾ ഓരോരുത്തർ ചെയ്യുമ്പോൾ ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് അവിടെ ഒരു ഫ്ലാഷ് വേറെ കാര്യം സാൻഡ് പേപ്പറിലായിരിക്കണം ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ദെൻ അസൈൻമെന്റിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അസൈൻമെന്റ് അല്ലല്ലോ, സെമിനാർ അല്ലേ പറഞ്ഞത്? അല്ല ചോദിച്ചല്ല, നിങ്ങളുടെ ഗ്രൂപ്പിൽ ചിലപ്പോൾ റെക്കോർഡ് ക്ലാസ് കാണുന്ന കുട്ടികളായിരിക്കും. അസൈൻമെന്റ് എങ്ങനെ സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നത് ഒരു മെസ്സേജ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക്. അപ്പൊ റെക്കോർഡ് ക്ലാസ് കാണുന്ന കുട്ടികൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ മെസ്സേജ് പാസ് ചെയ്യുന്നത്. നിങ്ങൾ അസൈൻമെന്റിന് വേണ്ടിയിട്ട് ഒരു ബുക്ക് പ്രിപ്പയർ ചെയ്യാം. അസൈൻമെന്റ് ബുക്ക് എന്ന് പറഞ്ഞിട്ട് പ്രിപ്പയർ ചെയ്യാം. ടീച്ചേഴ്സ് അസൈൻമെന്റ് ആയിട്ട് എന്തെങ്കിലും തരാണെങ്കിൽ ആ ബുക്കിൽ കളക്ട് ചെയ്ത് വെക്കാം. ദെൻ എന്ത് ചെയ്യാം, അത് ലാസ്റ്റ് നിങ്ങൾ വൈവയുടെ ഒക്കെ സമയമാകുമ്പോൾ അസൈൻമെന്റ് ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി ടീച്ചർമാർക്ക്. ഓക്കെ മിസ്, ഞാനേ എല്ലാ സബ്ജക്റ്റും ഒറ്റ ബുക്കിനകത്ത് തന്നെ ഫോളോ ചെയ്യുന്നത്, കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമൊന്നുമില്ല. ഡിഫറെന്റ് ടീച്ചേഴ്സ് 3 ടീച്ചേഴ്സ് നിങ്ങൾക്ക് തരുന്ന അസൈൻമെന്റ് ഒറ്റ ബുക്കിൽ ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പൊ മാഡം നമ്മ ഈ സെമിനാർ എഴുതണ അതൊക്കെ അസൈൻമെന്റ് ബുക്കിൽ എഴുതണ? സെമിനാറിന് വേണമെങ്കിൽ സെമിനാർ ബുക്കിൽ പ്രിപ്പയർ ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് ബുക്ക് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ എന്റേതായ ഒരു സെഷനിൽ എഴുതാൻ വേണ്ടി നോട്ട് എഴുതാൻ വേണ്ടി എനിക്കൊരു ബുക്ക് ഉണ്ടെങ്കിൽ ആ ബുക്കിൽ എഴുതാം. നിങ്ങൾക്ക് ഏതാ കംഫർട്ടബിൾ നോക്കിയിട്ട് നിങ്ങൾ ചെയ്തു. ആക്ടിവിറ്റി ബുക്കിലാണ് കൊടുത്തതെല്ലാം. നിങ്ങൾക്ക് ഫ്രീഡമാണ്. അസൈൻമെന്റ് എന്ന് പറയുന്നത് ഒരു ബുക്ക് എടുക്കുക. അസൈൻമെന്റിന് വേണ്ടിയിട്ട് ഒരു ബുക്ക് എടുത്തിട്ട് അസൈൻമെന്റ് ബുക്കിൽ നിങ്ങൾ ടീച്ചേഴ്സ് തരുന്ന എല്ലാ അസൈൻമെന്റ്സും ആ ഒരു ബുക്കിൽ എഴുതാൻ നോക്കുക കേട്ടോ. മാം ആക്ടിവിറ്റീസ് എല്ലാം ഒരു ബുക്കിനകത്തുണ്ട്, പക്ഷെ അത് അസൈൻമെന്റ് ഹെഡിങ് എഴുതിയിട്ട് ഒരെണ്ണം ചെയ്തു, അങ്ങനെയൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. വേറെ സെപ്പറേറ്റ് ബുക്ക് ആക്കിയിട്ടില്ല, എല്ലാം ഉണ്ട് അതിനകത്ത്, എല്ലാം ഉണ്ട്. നിങ്ങളുടെ ഫ്രീഡമാണ്, നിങ്ങൾ ചെയ്യാം. ഈ അസൈൻമെന്റ് പണ്ട് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെയായിരുന്നു, പേപ്പറിൽ A4 ഷീറ്റിലല്ലേ ചെയ്തിട്ടുള്ളത് ചെറുപ്പത്തിലൊക്കെ പഠിക്കുമ്പോൾ. A4 ഷീറ്റ് പെർമിറ്റ് ചെയ്യാതെന്ന് അറിയാമോ? ഈ A4 ഷീറ്റിൽ എഴുതും, നിങ്ങൾ അത് പ്രസന്റ് ചെയ്യും അല്ലെങ്കിൽ അത് കാണിച്ചു തരും. ആ സമയത്ത് മാത്രമേ നിങ്ങളുടെ കയ്യിൽ ആ A4 ഷീറ്റ് ഉണ്ടാവുള്ളൂ. പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് അല്ലേ A4 ഷീറ്റ്. അതുകൊണ്ടാണ് ഒരു പ്രോപ്പർ ആയിട്ടൊരു നോട്ട്ബുക്ക് കീപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരു നോട്ട്ബുക്ക് മിസ്സാവാനുള്ള ചാൻസ് കുറവാണ്. കാരണം ഇത്രയും വലിയ കുട്ടികളാണ്, എന്തായാലും നോട്ട്ബുക്ക് സൂക്ഷിക്കാനുള്ള ആ ഒരു ഇതുണ്ട്. കാരണം പേപ്പർ ആവുമ്പോൾ ചിലപ്പോൾ കുട്ടികൾ എടുത്ത് കളയാനോ അതായത് നമ്മളുടെ കയ്യിൽ നിന്ന് തന്നെ മിസ്സായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അസൈൻമെന്റ് ബുക്ക് പറയണേ കേട്ടോ. മാം, അപ്പൊ ആക്ടിവിറ്റീസ് ഒരു ബുക്കിലും അസൈൻമെന്റ് വേറെ ബുക്കിലും അങ്ങനെ ചെയ്താൽ അങ്ങനെ വേണമെന്നില്ല, കോമൺലി ഒറ്റ ബുക്ക് ആയാലും മതി. ബോത്ത് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ചോദിച്ചോട്ടെ ആനോ മാം, നമ്മൾ സെമിനാർ എഴുതാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മള് എല്ലാം നമുക്ക് തന്നിരിക്കും, ഓരോ കുട്ടികൾക്കും ഓരോന്നും ഇതുവല്ലേ കൊടുത്തേക്കുന്നത്. അപ്പൊ അതെല്ലാം നമ്മള് നമ്മുടെ അസൈൻമെന്റ് ബുക്കിൽ ചെയ്യണമെന്നുണ്ടോ? ഇല്ലാടാ, നമുക്ക് തന്നിരിക്കുന്നത് വേണമെങ്കിൽ ഇപ്പോ എന്റെ സെമിനാർ ആണെങ്കിൽ എനിക്ക് നോട്ട്ബുക്ക് നിങ്ങൾ ഒരെണ്ണം കീപ്പ് ചെയ്യുന്നുണ്ടോ? എന്റെ നോട്ട്സ് മാത്രം എഴുതാൻ, ലെക്ചർ നോട്ട് എഴുതാൻ വേണ്ടി ബുക്ക് ഉണ്ടോ? അങ്ങനെ ഉണ്ടോ? ടീച്ചേഴ്സിന് ഉണ്ട്. അപ്പൊ ആ ഒരു ബുക്കിൽ തന്നെ എഴുതിയാലും മതി. ഇപ്പൊ അനുവിനാണ് ഞാനൊരു സെമിനാർ എടുത്തിട്ടുണ്ടെങ്കിൽ അനുവിന് ആ ഒരു സെമിനാർ മാത്രം എന്ത് ചെയ്യാം, എന്റെ ബുക്കിൽ നോട്ട് ചെയ്ത് വെക്കാം. അങ്ങനെ ചെയ്യാം. നിങ്ങളുടെ കംഫർട്ടബിൾ ആണ്, നിങ്ങൾക്കാണ് അതിന്റെ ഫ്രീഡം. നിങ്ങൾക്ക് നോട്ട് ചെയ്യണം. എല്ലാ കുട്ടികളുടെയും സെമിനാർ നിങ്ങൾക്ക് നോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നോട്ട് ചെയ്യാം. നിങ്ങളുടെ ഫ്രീഡം ആണ് കേട്ടോ. നോ റെസ്ട്രിക്ഷൻ, നോ റൂൾസ്. മോണ്ടിസോറിയിൽ നമുക്ക് അങ്ങനെ റൂൾസോ റെസ്ട്രിക്ഷൻസോ ഒന്നുമില്ല. എല്ലാം നിങ്ങളുടെ ഫ്രീഡത്തിൽ നിർത്തിക്കാം. ഓക്കേടാ മാം. ഇപ്പൊ നോട്ട്സും അസൈൻമെന്റും ഈ പറഞ്ഞിരിക്കുന്ന സർവേയും കാര്യങ്ങളൊക്കെ ജിഷ മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒരു ബുക്കിലാണോ ഉള്ളത്? ഇനിയിപ്പോ അത് മാറ്റി അസൈൻമെന്റ് എന്ന് പറഞ്ഞാൽ മാറ്റണോ? 10 അസൈൻമെന്റ് തന്നിട്ടുണ്ടോ? 10 അസൈൻമെന്റ്സ് തന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. അസൈൻമെന്റ് തന്നിട്ടില്ലല്ലോ. ഓക്കെ. ഓക്കെ. ഇനി സർവേ തന്നിട്ടുണ്ടോ? അത് നോട്ട്ബുക്കിൽ അതും നോട്ട്സും അല്ല, അത് ഒരേ ബുക്കിൽ തന്നെയാണുള്ളത്. സർവേക്ക് പ്രത്യേകത നിങ്ങൾ പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ടോ? ഡിഗ്രിക്കൊക്കെ പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. അതേപോലെയാണ് ഈ സർവേ എന്ന് പറയുന്നത്.
നമ്മള് മിനി Okay. പ്രൊജക്ട് എന്നാ പറയുന്നത് വെച്ചാല് ശരി വലിയ പ്രൊജക്ട് അല്ല എന്നാലും ഒരു മിനി പ്രൊജക്ട്. അപ്പോ പ്രൊജക്ടിൽ വരുമ്പോ നമ്മൾ സർവേ കണ്ടക്ട് ചെയ്യുക, സാമ്പിൾസ് കളക്ട് ചെയ്യുന്നു, അതിനെ റേറ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു മിനി പ്രൊജക്ട് റിപ്പോർട്ട് ഒക്കെ ചെയ്യാറില്ലേ, അതേപോലെ ചെയ്യണം. അതേ ഫോർ ഷീറ്റ് ചെയ്യാം, സ്പൈറൽ ചെയ്യണമെങ്കിൽ സ്പൈറൽ ചെയ്യാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഓക്കെ, നിങ്ങൾ എഴുതി തയ്യാറാക്കുകയാണെങ്കിൽ അങ്ങനെ അത് ഫോർ ഷീറ്റ് ചെയ്തു. അപ്പൊ എല്ലാ സബ്ജക്ട് ടീച്ചേഴ്സിന്റെയും ടോപ്പിക്സ് വെച്ചിട്ട് ഒരു ബുക്ക് മതി എന്നാ പറയുന്ന അസൈൻമെന്റിന്? ഒരു നോട്ട്ബുക്ക് മതി എന്നാണോ പറയുന്നത്? നോട്ട്ബുക്ക് മതി, അസൈൻമെന്റ് നോട്ട്ബുക്ക് മതി. ശരി. ഓക്കെ, സർവേ സെപ്പറേറ്റ് ആണ്. സർവേ ഫോർ ഷീറ്റ് ചെയ്താൽ മതി. സർവേ തന്നിട്ടുണ്ടോ? അത് ആദ്യം തന്നിട്ടുണ്ടായിരുന്നു, അത് നോട്ടിൽ തന്നെയാണ് എഴുതിയത്. ആ ലെസണിലെ കണ്ടിന്യൂഷനിലായിരുന്നു തന്നത്. അത് അപ്പൊ അതിന്റെ കൂടെ തന്നെയാണ് ഞാൻ എഴുതിയത്. അങ്ങനെയാണ് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുണ്ട് സർവേ. കുട്ടികളുടെ ഒരു 5 സാമ്പിൾസ് കളക്ട് ചെയ്തിട്ട് ആ ഒരു സർവേ ആണോ? അതെ അതെ. ഹെൽത്തിനെ പറ്റിയുള്ള സർവേ ആണ്. പല ഡിഫറെന്റ് ഏജസിലെ ആളുകളുടെ ഹെൽത്തിനെ പറ്റി, അവർക്ക് ഈ ഹെൽത്ത് എങ്ങനെയുണ്ട്. അത് അസൈൻമെന്റ് ബുക്കിൽ എഴുതിയാൽ മതി. വേറെ ഒരെണ്ണമുണ്ട്, മിനി പ്രൊജക്ട് എന്ന് പറഞ്ഞിട്ട് മിസ്സാര് ഒരു 5 കുട്ടികളുടെ സാമ്പിൾസ്. പിന്നീട് പറഞ്ഞായിരുന്നു, പിന്നെ പറയാന്നാ പറഞ്ഞേ. ഓക്കെ, അപ്പൊ അത് സമയമായിട്ടുണ്ടാവില്ല. അതാണ് ഞാൻ പറഞ്ഞ മിനി പ്രൊജക്ട്. അത് മിസ് പറഞ്ഞിടും അതെങ്ങനെ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയും. ബാക്കി തരുന്നതൊക്കെ നമുക്ക് ആക്ടിവിറ്റി ബുക്ക് ഓർ അസൈൻമെന്റ് ബുക്ക് പറഞ്ഞാൽ മതി കേട്ടോ, അതിൽ ചെയ്തോ. ഓക്കെ 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 ഓക്കെ. അപ്പോ ആദ്യം നമുക്ക് ആക്ഷൻ സോങ് കണ്ടാലോ അല്ലേ? മാം, ആ സെൻസ് ഓർഗൻസ് വെച്ചിട്ടുള്ള ആക്ഷൻ സോങ് ആണ്, കുഴപ്പമുണ്ടോ? ഇല്ല, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഹെൽത്തി ഹാബിറ്റ്സിന്റെ അല്ലേ നമ്മൾ പറഞ്ഞത്, ആണോ? അതെ അതെ അതെ, ഹെൽത്തി ഹാബിറ്റ്സിന്റെ ചെയ്യാൻ പറഞ്ഞത്. സെൻസ് ഓർഗൻ പ്രസന്റ് ചെയ്യുമ്പോൾ മോൻ ആക്ഷൻ സോങ് പ്രസന്റ് ചെയ്താൽ മതി. ഓക്കെ ഓക്കെ. ഓക്കെ, എല്ലാവരും ഒന്ന് പേരൊന്നായിരിക്കോ? മഞ്ജു പറഞ്ഞോടാ. എന്നോടല്ല അല്ലേ, അവിടെ പറഞ്ഞാണ്. ഹെൽത്തി ഹാബിറ്റ്സിന്റെ ആക്ഷൻ സോങ് പ്രിപ്പയർഡ് ആയിട്ടുള്ളവര് പേരായിരിക്കും ഞാൻ പിൻ ചെയ്യാം. ഞാൻ പ്രിപ്പയർഡ് ആണ് മാം, പക്ഷെ ഇപ്പൊ ഇരിക്കുന്നത് കൂറ പോലെയാ എനിക്ക്. മനസ്സിലായി. ഞാൻ പ്രിപ്പറേഷൻ ചെയ്തു, പക്ഷെ എനിക്ക് ഡ്രസ് ചേഞ്ച് ചെയ്യാനോ റെഡി ആകാനോ കഴിഞ്ഞില്ല. ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. അല്ലെങ്കിൽ എനിക്ക് കുറച്ച് ആളുകൾ ചെയ്യുന്ന ഗ്യാപ്പിൽ ഞാൻ ഫ്രഷ് ആയിട്ട് വരാം. നോക്ക്, നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിൽ ചെയ്യാം. ഓക്കെ, വേറെ ആരെങ്കിലും പ്രിപ്പയർഡ് ആണോ ആക്ഷൻ സോങ്? ആക്ഷൻ സോങ് ഓക്കെയാണ്, പക്ഷേ ഈ സെൻസ് ഓർഗൻസ് ആണ് ഞാൻ നോക്കി, അതാണ് പറ്റിപ്പോയെ. കുഴപ്പമില്ല, നമുക്ക് സെൻസ് ഓർഗൻസിന്റെ ഇവരുടെയൊക്കെ ചെയ്ത് വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം, നമുക്ക് അതിൽ ടൈം കളയാനില്ല, നമുക്ക് ക്ലാസ്സിലേക്ക് കണ്ടിന്യൂ ചെയ്യാം. ഞാൻ ചെയ്തോ നോക്കാം. ഓക്കെ, ഹാപ്പി പ്രസന്റ് ചെയ്തോടാ. Wash your hands before you eat, after you play. Take a bath, splash, 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 to keep the germs away. Wake up early, brush your teeth, splash, splash, splash. Trim your nails, nice and short. Healthy habits make you strong and bright. Eat some fruit and eat some milk. Sleep well and early. Thanks. നന്നായിരുന്നു കേട്ടോ. വേറെ ആരെങ്കിലും പ്രിപ്പയർഡ് ആണോ? ആക്ഷൻ സോങ്ങിന് വേറെ ആരെങ്കിലും പ്രിപ്പയർഡ് ആണോ? ഞാനൊന്ന് ചെയ്തതാണ്, എങ്കിലും ഇപ്പൊ ചെയ്തോട്ടെ. ആണോ? പ്രസന്റ് ചെയ്തോ. ഓക്കെ. ക്ലിയർ ആണോ? കാണാം, പ്രസന്റ് ചെയ്തോടാ. Early to bed, early to rise,
wish good morning, wish good night. Bath your teeth, bath your hands, brush your teeth. Follow good habit, be a good child. Follow good habit, be a good child. Comb your hairs and cut your nails. Comb your hands and cut your nails. Follow good habit and be a good child. Follow good habit and be a good child. Go wash your hands before and after meal. Go wash your hands before and after meal. Fight with germs and keep yourself clean. Fight with germs and keep yourself clean. Follow good habit and be a good child. Follow good habit and be a good child. Thank you, ma'am. നന്നായിക്കോട്ടെ. എല്ലാവരും ആക്ഷൻ സോങ് കഴിഞ്ഞോ? പ്രസന്റ് ചെയ്ത് കഴിഞ്ഞോ? അല്ലേ? ആതിര അല്ലേ? Atika. അത്തിക്ക. ഓക്കെ ഓക്കെ. അത്തിക്ക. നൈസ് നൈസ്. Video. ഓക്കെ ഏടാ. പ്രസന്റ് ചെയ്തോ. Early in the morning, brush your teeth. Early in the morning, bath your take your bath. Early in the morning, comb your hair. Early in the morning, eat your food. Early in the morning, go to school. ഓക്കെ ഗുഡ്. മോനെ പ്രിപ്പയർ ചെയ്താണോ? മോനെ പ്രിപ്പയർ ചെയ്ത സോങ് ആണോ? അല്ലേ? കുറച്ചു നേരത്തെ സമയം കിട്ടിയില്ല, അപ്പൊ ആകെ കൺഫ്യൂസ്ഡ് ആയി. ഓക്കെ. അപ്പൊ നമുക്ക് ഇനി ഫ്ലാഷ് കാർഡ് കാണാം. സെൻസ് ഓർഗൻസിന്റെ ഒരു ഇത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഓക്കെ. അപ്പൊ പേര് മെസ്സേജ് ആയിട്ട് അയക്കണം കേട്ടോ. പേര് ടൈപ്പ് ചെയ്ത് മെസ്സേജ് ആയിട്ട് അയക്കാലോ. പേര് മെസ്സേജ് ആയി കേൾക്കുമ്പോ ഞാൻ ആ ഓർഡറിൽ വിളിക്കാം. ആരാണ് ആദ്യത്തെ? ഇഷാന. ഞാൻ കാണിക്കട്ടെ. പ്രസന്റ് ചെയ്തോടാം. കാണാൻ പറ്റുന്നുണ്ടോ? ഐസൈറ്റ് ഓക്കെ. താഴത്തായിട്ടാണ് കാണിച്ചത്. ഓക്കെ ഓക്കെ. നന്നായിട്ട് കേട്ടോ. ഇയർ ഓൺ ചെയ്യുന്ന പോലെ അല്ലേ? നന്നായിട്ടുണ്ട് കേട്ടോ. ടേസ്റ്റ് ഓക്കെ. ഫുഡ് നോസ് സ്മെൽ അല്ലേ? ഓക്കെ ഓക്കെ ഗുഡ്. സ്കിൻ പിന്നെ അഞ്ചെണ്ണായിട്ടുണ്ട് മാഡം. ഓക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. രമ്യ. മാം ആരാണ്? ക്ലിയർ ആയി. ഓക്കേടാ. 5 സെൻസ് ഓർഗൻസ്. ഓക്കെ ഓക്കെ. 5 എന്നുള്ള രീതിയിൽ ചെയ്തു. ഓക്കെ ഓക്കെ ഗുഡ്. നന്നായിട്ടുണ്ട് കേട്ടോ. ഷജിന. ഓക്കെ ഓക്കെ ഓക്കെ. 3 എണ്ണം ഓക്കെ. ഇത് ചാർട്ട് പോലെ ചെയ്തല്ലേ? സൗണ്ട് ആണ്. ഓക്കെ ഓക്കേടാ. നന്നായിട്ടുണ്ട് കേട്ടോ. ബിന്ദു. ഓക്കെ. വീല് പോലെ ചെയ്തല്ലേ? കാണാൻ പറ്റുന്നുണ്ടോ അമ്മേ? കാണാടാ.
ഓരോന്നും നമുക്ക് അങ്ങനെ കാണിച്ചു കൊടുക്കാൻ പറ്റും അല്ലെ? കാണിച്ചു കൊടുക്കാം. അൻസു ഒരു മിനിറ്റ് മിസ്സേ. കാണുന്നുണ്ടോ മിസ്സേ? ഓക്കെ. അത് കണ്ടു. അല്ല നോസിന്റെ ഓക്കേടാ. യെസ്. മ്യൂസിക്. ഓക്കെ ഓക്കെ ഗുഡ്. നന്നായിട്ട് കേട്ടോ. താങ്ക് യു. ഖദീജ ഞാൻ കാണിച്ചോട്ടെ? ഖദീജ ഓക്കെ ഓക്കെ. കാണുന്നുണ്ടോ മാം? കാണാടാ. കുറച്ചൊന്ന് ഉയർത്തി വെക്കാവോ? ഓപ്പൺ ചെയ്യുന്ന ടൈപ്പാണോ? ഓപ്പൺ ചെയ്യാം. എങ്ങനെയാ ഓരോന്നിങ്ങനെ കാണുന്നില്ലല്ലോ. ഓക്കെ ഓക്കെ മനസ്സിലായി മനസ്സിലായി. ഇങ്ങനെ ഇതെങ്ങനെയാ ഒരു കൈ കൊണ്ട് പറ്റുന്നില്ല വെച്ചുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ഓക്കേടാ. ഓക്കെ നന്നായിട്ട് കേട്ടോ. ഓക്കെ താങ്ക് യു. മാം ഞാൻ കാണിച്ചോട്ടെ? പേര് അയച്ചിട്ടില്ലേടാ? ഓർഡർ ഉണ്ട്. ഇവര് എന്റെ കഴിഞ്ഞ പാടെ ഇവരെല്ലാം കാണിക്കുന്നത് അതാണ്. മനസ്സിലായില്ല. ഞാൻ എഴുതിയ ശേഷമാണ് ഇവരെല്ലാം ഉണ്ടായിന്. ഞാൻ മുകളിലാണ് ഉണ്ടായിന്. അതാണ് ഞാൻ ഇവർക്ക് അയച്ച മുന്നാണ് അയച്ചത് പേര്. എടാ ഇവിടെ വന്നിരിക്കുന്ന ഓർഡർ ഞാൻ പറയാം. അപ്പൊ മോനെ അയച്ചത് ചിലപ്പോ അവിടെ നിന്ന് സെൻഡ് ആയിട്ടുണ്ടാവും. പക്ഷേ എനിക്ക് വന്നിരിക്കുന്നത് അഞ്ജു, ഖദീജ, മഞ്ജു, എനിക്ക് തോന്നുന്നു ലിജിയുടെ താഴെയാണ് ഷഹാനയുടെ വന്നിരിക്കുന്നത്. ഓക്കെ. ആ ഓർഡർ ചിലപ്പോ മോനെ അയച്ചിരിക്കുന്നത് അവിടെ നിന്ന് ആ സമയത്തായിരിക്കും. പക്ഷെ ഇവിടെ വന്നിരിക്കുന്നത് ഇപ്പോഴാണ്. ഞാൻ എന്റെ മെസ്സേജിന്റെ ഓർഡറാണ് വായിക്കുന്നത്. കറക്റ്റാ. ഓക്കെ. മഞ്ജു ഓക്കെ. ഓക്കെ ഓക്കെ. എഴുതിയിട്ടില്ല അല്ലെ? ടച്ച്, സ്മെല്ല് അങ്ങനെ എഴുതിയിട്ടില്ല അല്ലെ? അങ്ങനെ എഴുതണോട്ടോ. ഇയർ ആ ഒരു ഇമേജും ഉണ്ട്. പക്ഷെ എന്നാലും കുറച്ചുകൂടി കുട്ടികളാവുമ്പോ കുറച്ചുകൂടി അത് കാണുമല്ലോ. അപ്പൊ ആ അക്ഷരങ്ങളൊന്നും എഴുതണം കേട്ടോ. മനുഷ്യന്റെ കാര്യത്തില് ഷംസിയ. ഓക്കെ 1 മിനിറ്റ് കേട്ടോ. മ്യൂട്ട് ഓൺ ചെയ്യണം കേട്ടോ. ഷംസിയ ചെയ്തോടെ. ഓക്കെ ഓക്കെ. നന്നായിട്ടുണ്ട് കേട്ടോ. ഫർസാന കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കേടാ. സെൻസ് ഓർഗൻസ് ചെയ്തതല്ല അല്ലെ? ചെയ്തതാണ്. വരച്ചതല്ല. വാങ്ങിച്ചതാണോ? അല്ല അല്ല. അല്ല ഇത് വാങ്ങിച്ചതല്ലേ? അല്ല അത് ഉണ്ടാക്കിയതാണ്. നമ്മള് ഫാബ്രിക്കേഷന്റെ വേസ്റ്റ് പീസ് ഉണ്ടാവൂലേ, അതിന് കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ട് നമ്മള് കട്ട് ചെയ്ത അളവ് തന്നെ പ്രിന്റ് എടുത്ത് ഇതില് ഒട്ടിച്ചത്. നന്നായിട്ടുണ്ട് കേട്ടോ.
നന്നായിട്ട് ഓക്കെ, നന്നായിട്ടുണ്ട്. അങ്ങനെ ചെയ്താണെങ്കിൽ നന്നായിട്ടുണ്ട്. ഓക്കെ, ഗുഡ് കേട്ടോ, നന്നായിട്ടുണ്ട്. ഓക്കെ, കാണാം. ദിവ്യ ദിവ്യ ആ യെസ് മാം, ഒരു മിനിറ്റ്. പ്രസന്റ് ചെയ്തോ കേട്ടോ. ഓക്കെ, കാണാമോ? കാണാം കാണാം. ടച്ച്, ടങ്ക്, ഓക്കെ മാം ലാസ്റ്റ് ഞാൻ ഇതിന്റെ ആക്ഷൻ സോങ് പറയുന്നേ. ഓക്കെ. ഷഹനാസ് ഓക്കേടാ, സാക്സ് പോലെയാണ് ചെയ്തത്. വരയ്ക്കണോ ചെയ്തേ? മ്യൂട്ടാണോ? പിക്ചർ ഒട്ടിച്ചിട്ട്. ആടാ, അതെന്താ ഭയങ്കര ചെറുതായിട്ട് തോന്നുന്നു. അല്ല, ഇവിടുന്ന് ഇത് ദൂരെ ഉള്ളോണ്ടാ, വലുതായിട്ടാണ് ഉള്ളേ. കുട്ടികൾക്കെല്ലാം കാണാൻ പറ്റുന്ന രീതി തന്നെ. അങ്ങനെടാ, നമ്മള് കുട്ടിയും നമ്മൾ കുറച്ച് അത്യാവശ്യം അക്കലും ഉണ്ടാവില്ലേ നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത്. ആ അതല്ല, ഓക്കെ മനസ്സിലായി, സൈസ് മനസ്സിലായി. A4 ഷീറ്റിലല്ലേ ചെയ്തിരിക്കണേ? അല്ല, ചാർട്ട് പേപ്പർ. ആ ഓക്കേടാ, ഫ്ലാഷ് കാർഡ് ആണ് പറഞ്ഞല്ലോ. ചാർട്ടിലല്ലേ ചെയ്തിരിക്കണേ? ഫ്ലാഷ് കാർഡ് ആയിട്ട് ചെയ്യണേ നല്ലതായിരുന്നു. പിന്നെ കുറച്ച് വലുപ്പത്തിൽ ചെയ്യണം ചെയ്യുമ്പോൾ, കാരണം കുഞ്ഞു കുട്ടികളാണ്. നമ്മള് KG സെഷനിലെ കുട്ടികൾ എന്ന് പറയുമ്പോൾ ചെറിയ ഇമേജ് കാണിക്കുമ്പോൾ അവർക്ക് ചിലപ്പോൾ അത് മനസ്സിലാവുന്നില്ല. അപ്പൊ അതുകൊണ്ട് കുറച്ചുകൂടി വലുപ്പത്തിൽ ചെയ്യണം കേട്ടോ. ഓക്കെ, ഇനി പിക്ചേഴ്സ് ആൽഫബറ്റ് ചാർട്ടൊക്കെ വരും, അപ്പൊ അത്യാവശ്യം വലുപ്പത്തിൽ ചെയ്യണം കേട്ടോ. ഷീബ ഷീബ അതെ അതെ, കാണാമോ മാം? ആടാ, കുറച്ചുകൂടി കാണിച്ചോ? ഓക്കെ ഓക്കെ. ഒന്നുകൂടെ പൊക്കി പിടിച്ച് കാണിക്കൂ, കാണുന്നില്ലല്ലോ. കാണാമോ? ആടാ കാണാം, കുഴപ്പമില്ല. സൈഡിലേക്ക് പോകണം. ആണോ, ഇപ്പൊ കാണാമോ? ആ കുഴപ്പമില്ലാടോ, പ്രസ് ചെയ്തോ. ഫുള്ള് കാണുന്നു. സോറി, ബാക്ക് ക്യാമറ അറിഞ്ഞൂടാ നിങ്ങൾക്ക് അല്ലേ? ബാക്ക് ക്യാമറ ഓപ്പൺ ചെയ്യാനായിട്ട് വെച്ചാൽ നമ്മൾ ഈ സെൻസോർ ലെൻസ് നിങ്ങൾ പ്രസന്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഇമേജ് ടേബിളും അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് ബാക്ക് ക്യാമറ കാണിച്ചാലും മതി. അങ്ങനെയും ചെയ്യാം കേട്ടോ. ഒന്ന് ഫ്രണ്ട്സ് ആരെങ്കിലും അറിയണവരുണ്ടെങ്കിൽ ബാക്ക് ക്യാമറ ഒന്ന് പറഞ്ഞു കൊടുക്കാം കേട്ടോ. ശിവ പ്രസ് ചെയ്തോടെ കണ്ടിന്യൂ ചെയ്തോ, ഞാൻ പറഞ്ഞോളൂ. ഓക്കെ ഓക്കെ, ക്ലിയർ. Tongue to taste, skin to touch, nose to smell. മിസ് എന്റെ പേര് വിളിച്ചില്ല. എടേ, ഞാൻ ലിജിനെ വിളിച്ചില്ല. സോറി, ആയിരുന്നു. സോറി കേട്ടോ. പ്രസന്റ് ചെയ്തോട്ടെ മാം? ആ പ്രസ് ചെയ്തോടാ. അതിന്റെ ബാക്കിൽ തന്നെ സൈറ്റ് അല്ലേ? സൈറ്റിന് ഇത് കുറച്ചും കൂടി ഈ ഇയറിന്റെ ഒക്കെ ആ ഒരു വലിപ്പുണ്ടായിട്ട് തന്നായിരുന്നു കേട്ടാ. കുഴപ്പമില്ല, ഇനി മാറ്റണ്ട കേട്ടോ. ക്ലിയർ അല്ലേ? നോസ് സ്മെല്ല് രണ്ട് ടേസ്റ്റ് ഓക്കെ. ഓക്കെ, ഗുഡ് ഇടാ, നന്നായിട്ട് കേട്ടോ. താങ്ക് യു മാം. ശിവ കഴിഞ്ഞു. സുഫൈല അല്ലേ? കേടാ. നോസ് സ്മെല്ല്
എന്നത് ഇയർ ഓക്കെ നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് കേട്ടോ. ഹഫി പ്രസന്റ് ചെയ്തോളാം. ഇതുപോലെയാണ് ചെയ്തിട്ടുള്ളത്. വലിയ ഒത്തിരി വലിപ്പമൊന്നുമില്ല കാർഡ് ബോർഡില്. ഇവിടെ 5 സെൻസ് ഓർഗൻസ് നേടിയിട്ടുണ്ട്. പിന്നെ ഐ കാണുന്നുണ്ടോ? ഐ ഇപ്പുറത്ത് സി. ഇമേജ് അല്ലേ? വലിപ്പം നോസിന് ഇമേജ്. ഓക്കെ. ഗ്രീനും ഓക്കെ ഓക്കെ. പിന്നെ ഇയർ ഓക്കെ ഇയർ പിന്നെ ഇത് ഓക്കെ. ഇപ്പം പ്ലൈവുഡിൽ തന്നെയാണോ ചെയ്തത്? എന്ത് ചാർട്ടിലാണോ ചെയ്തത്? എങ്ങനെ ചെയ്തേ? ഫ്ലാഷ് കാർഡ് ഉണ്ടാക്കാനുള്ള ചാർട്ട് എന്ന് പറയുന്നത് കട്ടി കൂടിയ ചാർട്ട് ഉണ്ടാവും. അപ്പൊ അത് 2 ചാർട്ട് തമ്മിൽ ഒട്ടിച്ചിട്ട് അങ്ങനെ ചെയ്തു. 2 പീസ് ഒട്ടിക്ക അപ്പുറത്താക്കി ചെയ്തു. ഓക്കെ. മഞ്ജു nose, eyes, ears, skin, tongue. Okay, good. Thank you, ma'am. Neenu? Yes, miss. സ്വർണ്ണാണ് ചെയ്തേക്കുന്നത്. ഓപ്പൺ ചെയ്യുന്ന ടൈപ്പ് അല്ലേ? ഓക്കെ ഓക്കെ. നോസ് പിടിച്ചു. ഓക്കെ. ഫാൻസി ഫാൻസി ഓക്കെ. ഫാൻസി ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? ഹലോ മാം. ഓക്കെ. പ്രസന്റ് ചെയ്തോളാം. ഫ്ലാഷ് കാർഡ് ആയിട്ടാണ് ചെയ്തേ. സ്കിൻ. ഓക്കെ. എടാ ചാർട്ടിലല്ലേ ചെയ്തിരിക്കുന്നേ? ഓ മാം കാർഡ്ബോർഡിൽ ചെയ്തില്ല, ഇങ്ങനെ ചെയ്തിട്ട് പിന്നെ ചെയ്യാൻ വേണ്ടി. ഓക്കെ. കാർഡ്ബോർഡും കൂടി ചെയ്യണോട്ടെ. കാരണം ഇല്ലാത്ത പോലെ ഫീൽ ചെയ്യുന്നു. ആ ടൈം കിട്ടിയില്ല മാം. കുഴപ്പമില്ല, നമ്മൾ ചെയ്താൽ മതി കേട്ടോ. കാർഡ്ബോർഡ് എടുത്തിട്ട് പേസ്റ്റ് ചെയ്താൽ മതി. നമ്മൾ ചെയ്താൽ മതി. താങ്ക് യു മിസ്. ഷിഫാന 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 കാണാവോ? ചെറിയ രീതിയിലാണ് ചെയ്തത്. ചാർട്ടിലാണ് ചെയ്തേക്കുന്നത്. ചാർട്ടിലാണല്ലേ? ആ എടാ ഓക്കെ. കുറച്ചും കൂടി വലുതാക്കി ചെയ്യാനേ നന്നായിരുന്നു കേട്ടോ. കുഴപ്പമില്ല. നിങ്ങൾ ഡോക്ടറെ കിട്ടാണെങ്കിൽ ചെയ്യണം കേട്ടോ. പഠിപ്പിക്കാൻ പോകുന്ന സ്കൂളില് എങ്ങാനും ഒരു സെൻസ് ഓർഗൻസ് പഠിപ്പിക്കാൻ വരുന്ന സമയത്ത് ഫ്ലാഷ് കാർഡ് പോലെ ചെയ്യണം കേട്ടോ. ഇത് ചെയ്തില്ല അതേപോലെ ഓപ്പൺ ചെയ്യുന്ന ടൈപ്പോ അങ്ങനെയൊക്കെ ചെയ്യാൻ നല്ലതായിരിക്കും കേട്ടോ. നന്നായിട്ടുണ്ട് കേട്ടോ. ഷിഫ്ന ഷിഫ്ന ഞാൻ കാണിക്കട്ടെ മിസ്സേ? ഷിഫ്ന ഷിഫ്ന ഒരു കാര്യം ചെയ്താൽ കുറെ പേര് പ്രസന്റ് ചെയ്യാനുണ്ട്.
ടൈം എല്ലാവരും കൂടെ ഒരുമിച്ച് പ്രസന്റ് ചെയ്താലോ? എല്ലാവരും ടീച്ചറെ എനിക്ക് ക്ലാസ്സിലൊന്നും കേറാൻ പറ്റിയിട്ടില്ലേ, അപ്പൊ ഞാനിതൊന്ന് കാണിച്ചോട്ടെ. നോക്കിയടോ. അതേട്ടാണേ ഞാന്. പേരെന്താണ്? എന്റെ പേര് ആശ. പ്രസന്റ് ചെയ്തോ? വർക്ക് ചെയ്യണോ? ഞാൻ ബാങ്കിൽ ജോലിയുണ്ട്. കോപ്പറേറ്റീവ് ബാങ്കിലോ? അത് തന്നെ, കേരള ബാങ്ക്, പത്തനംതിട്ട. ഇന്നിപ്പോ അവധിയായിരുന്നു, ഇന്ന് എനിക്ക് പോകണ്ടായിരുന്നു, അപ്പൊ ഞാൻ വീട്ടിലുണ്ട്. അപ്പം കിട്ടിയ സമയത്തിന് ഇന്നലെ രാത്രി ഇരുന്ന് ചെയ്തതാണേ. ഞാൻ ഇങ്ങനെയാണ് ചെയ്തേക്കുന്നത്, കാണിക്കാൻ ശരിക്കും പറ്റുമെന്ന് പറ്റുന്നില്ല. ഇത് അയ്യാണ് ഓപ്പൺ ചെയ്തോ. ടങ്ക്. കാണുന്നുണ്ടോ? ലൈറ്റ് എടുക്കുന്നുണ്ട്. ലൈറ്റ് ആണ്. അതെ അതെ അതെ. അപ്പൊ എങ്ങനെ കാണിക്കണ്ടേന്ന് എനിക്കും. കുഴപ്പമില്ല, കാണാട്ടോ. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പെർമനന്റ് ആണോ ജോബ് അവിടെ? അതെ അതെ, തൽക്കാലികമാണ്. ആണോ? പിന്നെ ടീച്ചിങ്ങിലേക്ക് ഇഷ്ടമായിട്ട് ആണ് കയറിയത്. നമുക്കിവിടെ അടുത്തൊരു സ്കൂളുണ്ട്, നമുക്കിവിടെ അടുത്ത് സ്കൂളുണ്ട്. അപ്പൊ അവിടെയാണ്, അടുത്ത് LP സ്കൂളാണ്, അവിടെയാണ് എന്റെ മക്കൾ പഠിച്ചത്. അപ്പൊ അവിടെ ടീച്ചർ എപ്പോഴും എന്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, ഇവിടെ വേക്കൻസി വരും, കൊച്ചൊന്ന് ട്രൈ ചെയ്യ്, മോണ്ടിസ്റ്റോറിയുടെ ക്ലാസ്സുകളൊക്കെ ഉണ്ട്, എന്ന് ചെയ്യുന്ന. അങ്ങനെയാണ് ഞാൻ ഇതിലോട്ട് ചേർന്ന് തന്നെ. ഇവിടുത്തെ ടീച്ചറുമായിട്ടൊക്കെ നല്ല കണക്ഷനാണ്. അപ്പം എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കയറാമല്ലോ. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എന്റെ ചേച്ചി ടീച്ചറാണ്, അപ്പൊ അത് വെച്ചിട്ടാണ് ഞാനും ക്ലാസ്സിൽ ഞാൻ കയറും. എന്നും പറ്റത്തില്ല, കാരണം രാവിലെ 9 മണിക്ക് ബാങ്കിൽ കയറി കഴിഞ്ഞാൽ എനിക്ക് 5 മണിക്കാണ് ഇറങ്ങാൻ പറ്റുന്നത്. റെക്കോർഡ് ക്ലാസ് കാണും, പിന്നെ ബോണി ക്ലാസ് ഒക്കെ ഇട്ട് തരും, ഒത്തിരി സഹായിക്കുന്നുണ്ട് ബോണി. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പോകുന്നു. എങ്ങനെ ഞാൻ എപ്പോഴും പറയും, എക്സാം ഒക്കെ എങ്ങനെ എഴുതും, വലിയ പാടാ എനിക്ക്, കാരണം വീട്ടിൽ വരുമ്പോ ഒരു സമയമാവും. മക്കള് 2 പേര്, അവര് പഠിത്തവും കാര്യങ്ങളും എല്ലാം കൂടെ ആകുമ്പോഴേ എനിക്ക് സമയം കിട്ടുന്നില്ല. കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യാം. അതേപോലെ ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ തരുന്നത് സമയത്ത് തന്നെ ചെയ്യാൻ ശ്രമിക്കാം. സാൻഡ് പേപ്പർ ഒക്കെ ചെയ്തിട്ടുണ്ടോ? എന്തോ ടീച്ചറെ? സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞോ? കേട്ടില്ല. സാൻഡ് പേപ്പർ ലെറ്റേഴ്സ്, സാൻഡ് പേപ്പർ ചെയ്തിട്ടുണ്ട് ഞാന്. അത് ടൈമിൽ ചെയ്യാം. ഇപ്പൊ റെക്കോർഡ് ക്ലാസ് കാണുന്ന കുട്ടികളായാലും നിങ്ങൾക്ക് തരുന്ന ആക്ടിവിറ്റീസ് കറക്റ്റ് ടൈമിൽ തന്നെ ചെയ്യാം. നിങ്ങൾ തരുന്ന ടൈമിനുള്ളിൽ തന്നെ ചെയ്യാനായിട്ട് നോക്കാം. പിന്നെ നമ്മൾ ആ ലാസ്റ്റ് ഹരിയപ്പ് ആവുന്നില്ലേ, അവസാനം എക്സാം ഒക്കെ ആവുമ്പോൾ എല്ലാരും കൂടി ഒരുമിച്ച് ചെയ്യാന്ന് വിചാരിക്കരുത് കേട്ടോ. അപ്പൊ തരുന്ന ആക്ടിവിറ്റീസ് ഒക്കെ അപ്പൊ തന്നെ ചെയ്യാം കേട്ടോ. ശരി ശരി, താങ്ക് യു മിസ്. ഒത്തിരി പേര് അല്ലടാ, ഞാനിപ്പോ ആരെ വരെ പറഞ്ഞു, എനിക്ക് തോന്നില്ല ഇന്ന് തീരുന്ന. ഇത്രയും പേര് പ്രസന്റ് ചെയ്യാറുണ്ടല്ലോ, അതുകൊണ്ടാടാ. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ ഓരോരുത്തർ പ്രസന്റ് ചെയ്യും. ഞാനപ്പോ ആരെങ്കിലും കണ്ടു എന്ന് പറയാം. ക്യാമറ ഓൺ ചെയ്യാൻ പ്രസന്റ് ചെയ്യാം. ചെയ്യാനുള്ളവർ കേട്ടോ, ചെയ്ത് കഴിഞ്ഞവരല്ല, ചെയ്യാനുള്ളവർ. കാരണം ടൈം നമുക്ക് ലിമിറ്റഡ് അല്ലേ, അതുകൊണ്ടാണ് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് വേണം ഇവിടെ ആക്ഷൻ സോങ് ഉണ്ട്. ഇപ്പൊ വിദ്യശ്രീയുടെ കാണുന്നുണ്ട്. ഓക്കെ ഓക്കെ, വേഗം പ്രസന്റ് ചെയ്തോട്ടെ കേട്ടോ. കണ്ടു സൈറ്റ് സെയിം. ഓക്കെ, പെട്ടെന്ന് ഓക്കെ ഓക്കെ ഓക്കെ, ഇയർ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് അല്ലേ? ഓക്കെ ഓക്കെ. എടാ അത് ഓക്കെ, ജസ്റ്റ് കാണിച്ചു പോക്കോ കേട്ടോ. നെക്സ്റ്റ് ആള് ഓക്കേടാ, നന്നായിട്ടുണ്ട്. നെക്സ്റ്റ് ചെയ്തോട്ടാ. ഓക്കെ മൈ സെൻസ്. ഓക്കെ, വേഗം പ്രസന്റ് ചെയ്തോട്ടെ. വേറെ ആരെങ്കിലും? മാം ആടാ ഓക്കെ, അങ്കിതല കാണാൻ പറ്റുന്നുണ്ട്. ഷിജിന അല്ലേ? ഷജിൻ, സോറി പേര് സജീന. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ട്. റിനീത കാണാൻ പറ്റുന്നുണ്ട്. ജാസ്മിൻ കാണാം കേട്ടോ.
ചെറുതാണോ മാം? റിനീന്റെ ചെറുതാണോ? കുഴപ്പമില്ല, പക്ഷെ കുറച്ചുകൂടി വലുതായിരുന്നെങ്കിൽ നന്നായിരുന്നു. ഓക്കെ, അങ്കിതയുടെ ഓക്കെയാണ്, ഷിജീനയുടെ ഓക്കെയാണ്, അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. എനിക്ക് നന്നായിട്ടുണ്ട് കേട്ടോ. മാം ഓക്കെയാണ്, എല്ലാവരും ചെയ്തിരിക്കുന്നത് നല്ലതാണ്. പിന്നെ കുറച്ചും കൂടി വലുതാക്കാന്ന് ഞാൻ പറയാൻ കാരണേ എനിക്ക് ഓക്കെയാണ് കണ്ണുകൊണ്ട്, നമുക്ക് കുഴപ്പമില്ല. പക്ഷെ കുഞ്ഞു കുട്ടികളാവുമ്പളേ അപ്പൊ അവർക്ക് ചെറിയ ഇമേജസ് ആവുമ്പോ കുറച്ചും കൂടി ക്ലിയർ ആയാൽ നല്ലതായിരിക്കും. മുഫി മിസ്സേ, ആടാ എന്റെ പേര് ആത്തിക്ക കേട്ടോ. എന്താണ്? ആത്തിക്ക. ആത്തിക്ക. ഓക്കെ ഓക്കെ, മുഫി നന്നായിട്ടുണ്ട് കേട്ടോ. വേറെ ആരെങ്കിലും പ്രസന്റ് ചെയ്യാനുണ്ടോ? ബിന്ദുച്ചയുടെ ചാർട്ട് പോലെയാണല്ലോ ചെയ്തിരിക്കുന്നത്. പേര് കുഴപ്പമില്ല, പോലെ ചെയ്ത് നന്നായിട്ടുണ്ട് കേട്ടോ. ശരണ്യ ഓക്കെയാണ് കേട്ടോ, ശരണ്യ നന്നായിട്ടുണ്ട് കേട്ടോ. ഇക്കുന്റെയും ഒക്കെയാണേ. ആരാണ്? നിമിഷയാണോ? ഗീതന് നന്നായിട്ടുണ്ട്, ഗീതന് നല്ലതാണ് കേട്ടോ. ഓക്കെ, മിൻഷ ഓക്കെയാണ്. പിന്നെ സംഗീത 100% ചെയ്യോടാ. ഓക്കെ ഓക്കെ, അങ്ങനെ ചെയ്തിരിക്കണേ അല്ലെ. ഓക്കെടാ. പ്രിയ ഹരിദാസിന്റെ ഒരു നല്ല രസമുണ്ട് കേട്ടോ. പ്രിയ നന്നായിട്ടുണ്ട്. മിൻഷയുടെ നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കേടാ. പ്രിയയുടെ കാണാം. ഓക്കെ ഓക്കേടാ, വാവന്റെ അടുത്ത് ഓക്കെ മനസ്സിലാവും കേട്ടോ. ഓക്കെ, ശുഭ്ര ഒരു പേരെന്താണ്? നന്നായിട്ടുണ്ട് കേട്ടോ. പ്രസന്റ് ഇതോടെ കാണാണ്ട് പിങ്ക് കളറിലെ ചാർട്ടല്ലേ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഓക്കെ, കാണാട്ടോ. ഓക്കെ, ആതിരയുടെ കാണാട്ടോ. മാഡം കണ്ടോ? കണ്ടു. ഒരു പേരെന്താണ്? എന്താണ്? ഷംസിയ അല്ലെ? ഷംസിയ കണ്ടൂടെ? പിങ്ക് ചാർട്ട് അല്ലേ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഓക്കെ, എല്ലാവരും നന്നായിട്ടുണ്ട് കേട്ടോ. കൃഷ്ണേന്ദു എന്നാണ് പേര്. കൃഷ്ണേന്ദു ടെൻഷൻ ഒന്നും അടിക്കേണ്ട, പതിയെ റെക്കോർഡ് ക്ലാസ്സുകൾ കണ്ടാൽ മതി. കൃഷ്ണേന്ദു ഓക്കെ, കൃഷ്ണേന്ദു ടെൻഷൻ ഒന്നും അടിക്കേണ്ട. ക്ലാസ് കഴിഞ്ഞ പോർഷൻസ് റെക്കോർഡ് ക്ലാസ് അവൈലബിൾ ആണ്. റെക്കോർഡ് ക്ലാസ് ഒക്കെ വന്നിരുന്ന് കാണാം. റെക്കോർഡ് ക്ലാസ് ഒക്കെ കണ്ടിട്ട് മനസ്സിലാവാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതേപോലെ ലൈവ് ക്ലാസ് കയറുമ്പോൾ ഇതിൽ ഡൗട്ട്സ് ഒക്കെ നിങ്ങൾ ചോദിക്കാം. ആദ്യമായിട്ടാണോ മോൻ കയറുന്നത് ഇന്ന്? നോക്ക് മോനെ ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്ക് കേട്ടോ. ഓക്കെ, എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നല്ല അത്യാവശ്യം ഓരോരുത്തർക്കും ഓരോ ഐഡിയ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ടൈം ഇല്ലാത്തത് കൊണ്ടാണ് എല്ലാവരെയും ഒരുമിച്ച് പ്രസന്റ് ചെയ്യിപ്പിച്ചത്. അതിലെന്നോട് ക്ഷമിക്കണം. നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാവരും. അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ മോന് സുഖമില്ലാണ്ടിരിക്കുകയായിരുന്നു, അവനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്കൊക്കെ പോയെടുക്കായിരുന്നു. ഞാന് അടുത്ത ക്ലാസ്സിൽ സബ്മിറ്റ് ചെയ്യാട്ടോ. സബ്മിഷൻ അത് നിങ്ങൾ ചെയ്താൽ മതി. ഞാനത് നിർബന്ധം പറയുന്നില്ല. നിങ്ങളുടെ ഏപ്രിൽ നിങ്ങളത് കംപ്ലീറ്റ് ചെയ്താൽ മതി. മോൻ ചെയ്താൽ മതി. പിന്നെ അടുത്തൊരു ആക്ടിവിറ്റി കാണിക്കില്ലേ, ആ സമയത്ത് മോൻ ചെയ്തിട്ട് അത് പ്രസന്റ് ചെയ്താൽ മതി. ഓക്കെ, ഞാൻ ചെയ്തിട്ടുണ്ട്, പിന്നെ മുഴുവനായിട്ടില്ല. ഓക്കെ, അത് മോൻ ചെയ്താൽ മതി, കംപ്ലീറ്റ് ചെയ്താൽ മതി. ഓക്കെ, നമ്മളത് ന്യൂമറിക്കൽസ് ചെയ്യുമ്പോൾ നമ്മൾ പച്ച ചാർട്ട് തന്നെ ചെയ്യണമെന്ന് നിർബന്ധമുണ്ടോ? നമുക്ക് ഇഷ്ടമുള്ള കളർ കംഫർട്ടബിൾ. ഇപ്പൊ പച്ച ചാർട്ട് എല്ലാവർക്കും അവൈലബിൾ ആവണമെന്നില്ലല്ലോ. നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ പച്ച ഉണ്ടെങ്കിൽ പച്ച, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ചാർട്ട് ചെയ്തു. ഞങ്ങൾക്ക് ഇവിടെ കടയിലൊന്നും കിട്ടുന്നതാണ് എല്ലാവർക്കും കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് മോൻ അവൈലബിൾ ആയിട്ടുള്ള ചാർട്ടുകൾ ചിലപ്പോൾ റോസും പിങ്കും ആയിരിക്കും കൂടുതൽ അവൈലബിൾ.
റോസും പിങ്കിലും ചെയ്യാട്ടാ. ഓക്കെ, താങ്ക് യു മാം. ഓക്കേടാ. നിഷ. ഓക്കെ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. നിങ്ങൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്ത് തന്നെ ചെയ്യാം. പെൻഡിങ് ഉള്ള വർക്ക് പതുക്കെ ചെയ്താൽ മതി. റെക്കോർഡ് ക്ലാസ് ചെയ്തു. റെക്കോർഡ് ക്ലാസ് കഴിഞ്ഞു പോയ ക്ലാസ്സുകൾ കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ഇവരോട് ചോദിച്ചാൽ മതി, ക്ലിയർ ചെയ്ത് തരും കേട്ടോ. ഇല്ലേ? ഹഫേക്ക് ഉണ്ട്, ക്ലിയർ ചെയ്ത് തരും. ഓക്കെ, അപ്പോ ഇനി ദിവ്യ ഇവിടെ? ഞാനിവിടെ ഉണ്ട്. ഞാൻ വിചാരിച്ചു പോയിന്ന്. ഓക്കെ, സെൻസ് ഓർഗൻസിന്റെ ആക്ഷൻ സോങ് നമ്മളെ ഹായ് ഓൾ, നമ്മുടെ സെൻസ് ഓർഗൻസിനെ വെച്ച് നമുക്കൊരു ആക്ഷൻ സോങ് കാണാം കേട്ടോ. എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണേ. നോക്കൂ. I can see with my eyes, with my eyes, with my eyes. I can hear with my ear, with my ear, with my ear. കേൾക്കാമോ? I can smell with my nose, with my nose, with my nose. I can taste with my tongue, with my tongue, with my tongue. I can touch with my hands, with my hands, with my hands. Thank you, everybody. മിസ്സേ, ഞാനിവിടെ പെർഫോം ചെയ്തോട്ടെ. ഓക്കേടാ, ചെയ്തോട്ടാ. Brush, brush, brush your teeth gently every day. Up and down and every spot. Brush it every day. Wash, wash, wash your face every morning bright. Keep it clean so fresh and bright. Feel so good and bright. Wash, wash, wash your hand. Clean it every time. Rub and scrub and rub and scrub. Clean and keep it clean and prime. Move, move, move around, exercise and play. Jump and run and have some fun, healthy every day. സൂപ്പർ സൂപ്പർ. ഓക്കെ, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ എത്ര മന്തായി? 7. ആണോ? ഓക്കെ, വർക്കൊക്കെ വേഗം കംപ്ലീറ്റ് ആക്കിക്കോ കേട്ടോ. ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് കംപ്ലീറ്റ് ആക്കുന്ന പോലെ ആക്കിക്കോ, പറ്റുന്ന പോലെ. അത് കഴിഞ്ഞിട്ട് ഡെലിവറി കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി വർക്ക് സ്റ്റാർട്ട് ചെയ്താൽ മതി. ഓക്കെ, റെക്കോർഡ് ഏറെക്കുറെ ചെയ്യുന്നുണ്ട്. ഇപ്പം ഈ ആക്ടിവിറ്റി കുറച്ച് ചെയ്യാനുണ്ട്. ഓക്കെ, കുഴപ്പമില്ല. അപ്പം അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നത് ചെയ്തോ. അത് കഴിയുമ്പോൾ വൈവയുടെ സമയത്ത് പറഞ്ഞാൽ മതി. ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പൊ അതുകൊണ്ടാണ്. പറഞ്ഞാൽ മതി, കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ലൈവ് ക്ലാസ് കയറാൻ പറ്റില്ലെങ്കിലും റെക്കോർഡ് ക്ലാസ്സുകൾ കാണാം കേട്ടോ. ഉണ്ട് കേറുന്നുണ്ട്. പിന്നെ ബോണി ചേച്ചി എനിക്ക് നോട്ടും സൗണ്ടും എല്ലാം വോയിസ് എല്ലാം ഇട്ട് തരുന്നുണ്ട്. അതുകൊണ്ട് ഓക്കെയാണ്. ആരാണ്? ബോണി. മോണി. ബോണി 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 ഹൂ? ആരാണ്? എനിക്ക് മനസ്സിലായില്ല ബോണി എന്ന് പറയുന്നത്. ഉണ്ടോ? ക്ലാസ്സിലുണ്ടോ ഇപ്പൊ? ബോണി എലീസ എന്നുള്ള പേരിലാണ് കേറുന്നത്. ബോണി. ഹലോ, ഞാനിവിടെ തന്നെ ഉണ്ട്. ഓക്കേടാ, നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബോണി ചേച്ചിന്ന്, പക്ഷെ പരിചയപ്പെട്ടില്ല. ഓക്കെ, നമുക്ക് വേറെ ആരുമില്ലല്ലോ ആക്ഷൻ സോങ് ഒന്നും ചെയ്യാനായിട്ട്? ഓക്കെ, അപ്പോ ഞാൻ ഓക്കെ, ഗുഡ് നല്ലതാണ്. അങ്ങനെയുള്ള ഉള്ളത് നല്ലതാണ്, കോർഡിനേറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ നടത്താനും.
നല്ലതാണ്. Then സെമിനാർ തന്നിട്ടുണ്ടായിരുന്നു അല്ലെ? എൻഡോസൾഫാനെ കുറിച്ചിട്ട്, ഗോപാലിനെ കുറിച്ചിട്ട്, ഹെലൻ കെല്ലറിനെ കുറിച്ചിട്ട്, സ്റ്റീഫൻ ഹോക്കിങ്സ്, പിന്നെ ലേണിംഗ് ഡിസബിലിറ്റി. നമുക്കത് നെക്സ്റ്റ് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോ നിങ്ങള് ഓക്കെ, ഞാൻ ഒരു ആക്ടിവിറ്റി തരട്ടെ നിങ്ങൾക്ക്. നിങ്ങൾ ചെയ്തിട്ടില്ലാന്ന് തോന്നുന്നു. ആൽഫബറ്റ് ചാർട്ട്. ഈ സാൻഡ് പേപ്പർ ലെറ്റേഴ്സിന് പുറമെയാണോ ആൽഫബറ്റ് ചാർട്ട്? ആടാ, ചാർട്ട് പേപ്പർ ലെറ്റേഴ്സ് കൂടാതെയാണ് ആൽഫബറ്റ് ചാർട്ട്. അത് എങ്ങനെ വരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൽഫബറ്റ് ചാർട്ടില് സ്മോൾ ലെറ്ററും ക്യാപിറ്റൽ ലെറ്ററും വേണം. ഓക്കെ, ഒരു ലെറ്ററിന് താഴെ തന്നെ ഇപ്പൊ എ എഴുതാണെങ്കിൽ എയുടെ തൊട്ടടുത്ത് തന്നെ സ്മോൾ ലെറ്റർ അങ്ങനെയാണോ? ആ നോക്കിയോ, മാം ചാർട്ട് പേപ്പറിലാണോ ചെയ്യുന്നത്? ആ വലിയ ചാർട്ടിൽ ചെയ്തോട്ടാ. ഓക്കെ, ഓ ഇങ്ങനെ. അപ്പൊ ഈ പിക്ചേഴ്സും ഇതിനകത്ത് വേണമെങ്കിൽ ഒട്ടിക്കാമല്ലോ അല്ലേ? അല്ല, പിക്ചർ വേണം. സ്മോൾ ലെറ്റർ, ക്യാപിറ്റൽ ലെറ്റർ, പിക്ചർ. പിക്ചറിന്റെ നെയിമും കൂടി വേണം. പിക്ചറിന്റെ നെയിം ചെറുതാക്കി എഴുതിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓക്കെ ഓക്കെ, എനിക്ക് സ്മോൾ ലെറ്റർ മാത്രമേ വരുന്നുള്ളൂ അല്ലെ? പിക്ചർ വേണം, പിക്ചറിന്റെ നെയിം വേണം. നെയിം കാണുന്നില്ല. അതിൽ കാണുന്നില്ല, ഇപ്പൊ കാണുന്നുണ്ടോ? താഴെ പിക്ചേഴ്സ് മതിയോ? എന്താണ്? ചെറിയ പിക്ചേഴ്സ് ആണോ ഒട്ടിക്കണ്ടേ? ചെറിയ പിക്ചർ അത്യാവശ്യം ഇതായിരിക്കുമോടോ ആൽഫബറ്റ് ചാർട്ട് സാധാരണ ചെയ്യുമ്പോ? അടുത്ത രീതിയിലുള്ള പിക്ചർ. ആ നോക്കാം. ഒരു സ്ക്വയർ ടൈപ്പ് വരയ്ക്കുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും. ഇപ്പൊ നമുക്ക് സ്വയം വരയ്ക്കാൻ പറ്റുമെങ്കിൽ ഡൗട്ട് ചോദിക്കണേ. മാം ക്യാപിറ്റലിലേക്കും സ്മോളിലേക്കും കൂടിയിട്ട് ഒരു പിക്ചർ പോരെ? മതി മതി മതി. അതോ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വേണമെന്നില്ലല്ലോ? വേണ്ട വേണ്ട വേണ്ട. ഇത് അതേപോലെ ഒരു 2 minutes ബാക്ക് മാം ഒരു സെമിനാറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഇനി അടുത്ത സെമിനാർ ആണോ? എന്താണ് അത് പറഞ്ഞത്? ശരിക്കും കേട്ടിട്ടുണ്ടായിരുന്നില്ല, വോയിസും ബ്രേക്ക് ആയിട്ടുണ്ടായിരുന്നു. സെമിനാർ എടുക്കുന്നത് കാരണം ഇന്നത്തെ ക്ലാസ്സിന്റെ ടൈം കംപ്ലീറ്റ് ആയല്ലോ. അതുകൊണ്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഫസ്റ്റ് സെമിനാർ എടുക്കാം. ഓക്കെ, അതെന്താണ് ടോപ്പിക്? എന്താണ് അത് അന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, മോന് തന്നിട്ടില്ല. എൻഡോസൾഫാൻ, ഗോപാൽ, ഹെലൻ കെല്ലർ, സ്റ്റീഫൻ ഹോക്കിംഗ്, പിന്നെ ലേണിംഗ് ഡിസബിലിറ്റീസിനെ കുറിച്ചിട്ട് ഈ 5 ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് സെമിനാർ കൊടുത്തിരുന്നത്. ഇത് ഒരു ചാർട്ട് പേപ്പറിനകത്ത് വിളിക്കണം അല്ലേ? എക്സ്ക്യൂസ് മീ, ഓക്കെ ഓക്കെ, പറഞ്ഞു ചീന. ആൽഫബറ്റ്സിലെ നമ്മൾ ഇത് ഈ അതായത് ഒട്ടിക്കാൻ പറ്റുമോ? അതായത് ABCD തന്നെ എഴുതണോ? എഴുതി ഇമേജ് നിങ്ങൾക്ക് ഒട്ടിക്കാം. ഇമേജ് പേസ്റ്റ് ചെയ്യുന്നത് കുഴപ്പമില്ല. വരയ്ക്കാൻ പറ്റുന്നവരാണെങ്കിൽ വരയ്ക്കാം. പക്ഷെ നമുക്കിത് ഒട്ടിക്കണം എന്നുണ്ടോ? അത് എഴുതിയാൽ മതിയോ? നല്ല കളർ ചെയ്ത് വലുതാക്കി അങ്ങനെ എഴുതിയാൽ മതി. പിക്ചേഴ്സ് വരയ്ക്കാൻ പറ്റുന്നവരാണെങ്കിൽ വരയ്ക്കാൻ നോക്കാം. പിന്നെ നമ്മള് മാക്സിമം നോസ് ഒക്കെ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും. മിക്കതും നമുക്ക് വരയ്ക്കാൻ പറ്റും. അങ്ങനെ ഈ ഇമേജ് തന്നെ വേണമെന്നില്ല. ഏത് തുടങ്ങുന്ന ഏതെങ്കിലും ഒരു ഇമേജ് നമ്മുടെ മനസ്സിലേക്ക് വരില്ലേ വരയ്ക്കാൻ പറ്റുന്നത്, അത് നോക്കുക. നമ്മള് കുറച്ചുകൂടി ക്രിയേറ്റീവ്. അപ്പൊ ആൽഫബറ്റ് ചാർട്ട് ക്ലിയർ ആണോ? വരയ്ക്കണോ? ആൽഫബറ്റ് നമ്മള് വരയ്ക്കുവാണോ അതോ ഒട്ടിക്കുവാണോ? വരയ്ക്കാണ് എപ്പോഴത്തേക്കാണ് റെഡിയാക്കേണ്ടത്? അത് കുഴപ്പമില്ല, 2 weeks ഉണ്ടാവും. ഞാൻ പറയാട്ടോ. നെക്സ്റ്റ് നമ്പർ ചാർട്ട്. ആൽഫബറ്റ് ചാർട്ട് ക്ലിയർ അല്ലേ? ഫുൾ ഒട്ടിക്കണം കുഴപ്പമില്ലല്ലോ. നമുക്ക് ഫുൾ ഒട്ടിക്കണം. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നോക്കി വരയ്ക്കാൻ പറ്റുന്നത് വരയ്ക്കും ചെയ്യാം. വരയ്ക്കാൻ പറ്റുന്നത് വരച്ചിട്ട് ബാക്കി ഒട്ടിച്ചാലോ അല്ലെ? കാർഡ്ബോർഡ് കെട്ടിയിട്ട് ചാർട്ട് അതിനകത്ത് ഒട്ടിക്കാമോ? അങ്ങനെ ചെയ്യാമോ?
പക്ഷെ ഇത് വലുതാടാ, അത്യാവശ്യം നമ്മള് ക്ലാസ്സിലൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്നതായിരിക്കണം. നിങ്ങളെ ടിഷ്യൂ ലെറ്റേഴ്സിനൊക്കെ പോകുമ്പോൾ കയ്യിൽ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ചെയ്യേണ്ടത്. ഓക്കെ, ഇതാണ് ഇത് നമ്പർ ചാർട്ട് ആണ്. ഓക്കെ, കാണുന്നുണ്ട് നമ്പർ ചാർട്ട്. സോ 1 ONE1 എഴുതാ, ഒരു ആപ്പിൾ കൊടുക്കാം. 2 TWO എഴുതാ, 2 ആപ്പിൾ തന്നെ കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. 3 ഇപ്പോഴത്തെ ഫ്രൂട്ട്സ് വെച്ചിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇതേപോലെ നമ്പർ ചാർട്ടും കൂടി ചെയ്യണം. ഓക്കെ, 2 ആക്ടിവിറ്റി ആണ് തന്നിരിക്കുന്നത്. ആൽഫബറ്റ് അത് ഇതേപോലെ 1 to 10 വരെ അല്ലേ വേണ്ടത്? 1 to 10 വരെ മതിയടാ. ഇതൊരു A4 ഷീറ്റ് സൈസ് വരുള്ളൂ. നമ്പർ ചാർട്ട് A4 ഷീറ്റ്. പിക്ചർ ഒട്ടിക്കുക, അല്ല ചോക്ലേറ്റിന്റെ സ്റ്റാറിന്റെ ഒക്കെ പിക്ചർ വരച്ചുകൂടെ നിങ്ങൾക്ക്? റൗണ്ട് ആണെങ്കിൽ റൗണ്ട്, സ്ക്വയർ ആണെങ്കിൽ സ്ക്വയർ, നമുക്ക് അങ്ങനെ ഏത് പിക്ചർ വേണമെങ്കിലും വരയ്ക്കാം അല്ലേ? നമ്മൾ വരയ്ക്കുമ്പോ കുറച്ചുകൂടി ക്രിയേറ്റീവ് ആവും നിങ്ങൾ. പേസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോ നമ്മൾ കോപ്പി ചെയ്യല്ലേ? കോപ്പി ചെയ്യുമ്പോ ചാർട്ടിലാണ് ചെയ്യണ്ടേ. എപ്പോഴും കോപ്പി ചെയ്ത് കളർ കൊടുക്കാം അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ജൂലൈ 14th പ്രിപ്പയർഡ് ആവോ? പ്രസന്റ് ചെയ്യാനായിട്ട് റെഡി ആവോ ജൂലൈ 14? മാം A3 ഷീറ്റിൽ ചെയ്യാൻ പറ്റുമോ? അതോ ചാർട്ട് തന്നെ? A4 അല്ല, A3യില്. എന്നുവെച്ചാൽ ചാർട്ട് നമുക്ക് കുറച്ചും കൂടെ അതിന് A3 ആകുമ്പോ കുറച്ചും കൂടെ നമുക്ക് യൂസ് ചെയ്യാനായിട്ടേ കയ്യിൽ കൊണ്ടു നടക്കാനൊക്കെ എളുപ്പമല്ലേ? ഓക്കെ, പക്ഷെ ആൽഫബറ്റ് ചാർട്ട് കുറച്ച് നീട്ടായിരിക്കും. അത് ചാർട്ടിൽ തന്നെ ചെയ്യണേക്ക് നല്ലത്. ഓക്കെ മാം. ഓക്കെ, നമ്പർ ചാർട്ട് ചെറുതാണ് വരാം, സാധാരണ സിമ്പിൾ ആണ്. നിങ്ങൾ പറഞ്ഞ ഒരു A3 സൈസിൽ ചെയ്താലും മതി. ഓക്കെ, അപ്പൊ ഞാൻ 2 ആക്ടിവിറ്റി തന്നിട്ടുണ്ട്. ജൂലൈ 14th സബ്മിറ്റ് ചെയ്താൽ മതി. നെക്സ്റ്റ് വീക്ക് ജൂലൈ 7th നമ്മളുടെ സെമിനാർ എടുക്കും. അപ്പൊ സെമിനാർ പ്രിപ്പയർ ആയിട്ടുള്ളവരൊന്നും കൂടി പ്രിപ്പയർ ചെയ്യാനുള്ള ടൈം ഉണ്ട്. അപ്പൊ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഞാൻ എന്റെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ. സൈൻ ഔട്ട് ആരാ പറയുന്നേ? മാം ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ചോദിച്ചോടാ. അല്ല, വേറൊന്നുമല്ല, അറിയാനുള്ള ഒരു ആകാംക്ഷ കൊണ്ട് ചോദിക്കുന്നതാണ്. ഇങ്ങനത്തെ പണി കുറെ ഉണ്ടോ? കുറച്ചധികം ഉണ്ടാവോ ചെയ്യാനായിട്ടോ? അതെ. ചെറുതായിട്ട്. ഇപ്പൊ BEdനൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ വർക്ക് ഉണ്ടാവും. നമ്മൾ ടീച്ചേഴ്സ് BEd ഒക്കെ ചെയ്യുന്ന സമയത്ത് നല്ല വർക്ക് ഉണ്ടാവും. അതിന്റെ അത്രയും ഇല്ലെങ്കിലും ചെറുതായിട്ട്. നമ്മൾ TPC ആണല്ലോ ചെയ്യുന്നത്. അതിൻ്റെതായ ഒരു സീരിയസ്നെസ്സോട് കൂടി കാണുകയാണെങ്കിൽ കുറച്ച് വർക്ക് ഉണ്ടാവും. കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അത്രയും വർക്കില്ല. BEdന്റെ അത്രയും മെറ്റീരിയൽസും കാര്യങ്ങളും നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ട. എന്നിരുന്നാലും നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് കുറച്ച്. ടൈം ആടാ പ്രശ്നം. ഓക്കെ, ചോദിച്ചോ. മിസ്, കാർഡ്ബോർഡ് ചാർട്ടിനകത്ത് ചെയ്യാമോ? എന്നിട്ട് കാർഡ്ബോർഡ് ചാർട്ട് വെട്ടിയിട്ട് ചാർട്ട് അതിനകത്ത് ഒട്ടിച്ച് ചാർട്ടിൽ തന്നെ ചെയ്താൽ മതി. ആൽഫബറ്റ് ചാർട്ടിൽ ഉദ്ദേശിക്കുന്നേ. അപ്പം ചാർട്ടിൽ ചെയ്താൽ മതി. ഓക്കെ. അത് പക്ഷെ ഇങ്ങനെ സ്റ്റഡി ആയിട്ട് നിൽക്കുവോ? ഇപ്പൊ സ്കൂളിൽ കൊണ്ടുപോകാനാണെങ്കിലും അത് ചാർട്ടിലാവുമ്പോ റോള് ചെയ്ത് വെക്കാലോ ചാർട്ട് ആവുമ്പോ. അവിടെ കൊണ്ടുപോയിട്ട് നമുക്ക് ഫിക്സ് ചെയ്യണ്ടേ? അത് ഡബിൾ സൈഡിലെ ടേപ്പ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫിക്സ് ചെയ്യാനായിട്ട് പറ്റും. നൂല് കെട്ടാൻ പറ്റുമല്ലോ. നൂല് കെട്ടിയിട്ട് അല്ല, ഡബിൾ സൈഡ് ടേപ്പ് ഇല്ലേ? ഡബിൾ സൈഡ് ടേപ്പ് എന്ന് പറഞ്ഞ മെറ്റീരിയൽ കിട്ടും. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഞാൻ ഇന്ന് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ. ഇന്ന് എല്ലാവരും ആക്ഷൻ സോങ് ചെയ്തവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ താങ്ക് യു. അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് കാണാം. താങ്ക് യു. താങ്ക് യു മിസ്. താങ്ക് യു.